പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല സ്പോഞ്ചിയും വളരെ സോഫ്റ്റും അടിപൊളി ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തിരുന്നു. ആദ്യം ഒരു കൈപ്പിടിയോളം അരി മാത്രം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരിതരിയായി അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തരി കാച്ചി എടുക്കണം. ചിലർ കപ്പി കാച്ചി എടുക്കുക എന്നൊക്കെ പറയും. ഇതുപോലൊന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള അരിയും അതേ മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരയാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിയോട് കൂടിയാണ് കേട്ടോ വട്ടയപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള അരിയും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ തരി കാച്ചി എടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് എനിക്ക് ഏലക്കായ ചേർക്കാത്തത് ഓർമ്മയായത്. അപ്പോൾ ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്കിത് ഒരു 2 മണിക്കൂറൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ദാ ഒരു 2 മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് സമയം പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കരുത്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് ആ ഈസ്റ്റിൻ്റെ ചുവ ഒരുപാട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതുകൊണ്ട് അപ്പം ചുട്ടെടുക്കാം. ഞാനൊരു കേക്ക് ടിന്നിൽ ഇതാ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പകുതി മാവോളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി മാവ് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്കിത് ഇഡ്ഡലിച്ചെമ്പിലേക്ക് ആവിയിൽ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. പകുതി വേവായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. മൂടി വെച്ച് ബാക്കി കൂടെ വേവിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള മാവ് ഉണ്ടായിരുന്നത് ഞാനിത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തേതും ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.